ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നാളെ രാവിലെ 8:30 ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. നമ്മളോടൊപ്പം LDF സ്ഥാനാർത്ഥി MV ജയരാജനുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് LDF ഇപ്പോഴുമുള്ളത്. ആ പ്രതീക്ഷ എങ്ങനെയൊക്കെയാണ് ഈ അവസാന വോട്ടെണ്ണലിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷ എന്ന് സ്ഥാനാർത്ഥി തന്നെ പറയും. വലിയ പ്രതീക്ഷയിൽ തന്നെയാണോ ഇപ്പോഴുള്ളത്? അതെ, വലിയ പ്രതീക്ഷ തന്നെയാണ്. LDF കണ്ണൂർ ജയിക്കും. അതിന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രാഷ്ട്രീയവും വികസനപരവുമായ കാരണങ്ങളാണ്. ഒന്ന്, BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടർന്നുകൂടാ എന്നത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഹിതമാണ്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആളുകൾക്ക് ബോധ്യമായി. ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെപ്പോലും അപമാനിച്ചു. 1982 മുതലാണ് ഗാന്ധിജിയെ ലോകം അറിഞ്ഞതെന്നുള്ളത് ഗാന്ധിജിയെ അവമാനിക്കുന്ന പ്രസ്താവനയാണ്. എന്നാൽ കോൺഗ്രസിനെ ഒട്ടും വിശ്വസിക്കാനും പറ്റില്ല. ഇതാണ് ഇപ്പോൾ ഗാന്ധിജിയെ അവമാനിക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നപ്പോൾ കോൺഗ്രസ് എന്താ ചെയ്തത്? സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡൻ്റല്ല എല്ലാ ദിവസവും മാധ്യമ സുഹൃത്തുക്കളുമായി പല കാര്യങ്ങളിൽ ഇടപെടുകയല്ല. ഇടതുപക്ഷത്തിനെതിരായി എന്തെല്ലാം സമരങ്ങൾ അവർ നടത്തി. ഈ പ്രശ്നം വന്നപ്പോൾ BJPക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു സമരം അവർ നടത്തിയോ? ഇതൊരു ഗൗരവമായ പ്രശ്നമല്ലേ? സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ മാത്രമാണോ ഗാന്ധിജിയെ ജനങ്ങൾ ബഹുമാനിക്കുന്നത്? അപ്പോൾ ഗാന്ധിജിയെ അപമാനിക്കുന്ന, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു പോരാളിയെ പ്രധാനമന്ത്രി, അതും ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ RSSൻ്റെ പ്രചാരക വേഷം ധരിച്ച ഇന്നത്തെ പ്രധാനമന്ത്രി അവമാനിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് സാധാരണഗതിയിൽ ഗാന്ധിയൻ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇപ്പോഴും തുറിച്ചു നോക്കുന്ന സത്യമാണ്. എക്സിറ്റ് പോളുകളിലൊക്കെ വലിയ മുന്നേറ്റം UDFന് പ്രവചിക്കുന്നുണ്ട്. 18-19 സീറ്റുകളൊക്കെയാണ് എക്സിറ്റ് പോളുകളിൽ പറയുന്നത്. അല്ല, ഒരു സീറ്റും കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ. നേരത്തെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, 2021 എക്സിറ്റ് പോള് പ്രവചനം 99 സീറ്റ് UDFന് കിട്ടുമെന്നായിരുന്നു. തൃത്താല, ബേപ്പൂര്, അരുവിക്കര, കോഴിക്കോട് സൗത്ത് തുടങ്ങി പ്രധാനപ്പെട്ട ചില LDF ഇപ്പോൾ വിജയിച്ച മണ്ഡലങ്ങളെല്ലാം UDF ഉറപ്പിച്ച് ജയിക്കുമെന്ന് പറഞ്ഞവരാണ് എക്സിറ്റ് പോളിൻ്റെ ആളുകൾ. അപ്പോൾ അത് പ്രകാരമാണ് 2021 LDF വീണ്ടും അധികാരത്തിൽ വരാൻ പാടില്ല. അപ്പോൾ എക്സിറ്റ് പോള് ജനഹിതമനുസരിച്ചുള്ള ഒന്നല്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. വോട്ട് ചെയ്ത് കഴിഞ്ഞവരുടെ വോട്ട് എന്തായിരിക്കുമെന്നുള്ളൊരു പ്രവചനത്തിന് ഒരു സ്കോപ്പുമില്ല. അതുകൊണ്ടാണല്ലോ BJP വലിയ തോതിൽ അതിനെ പിന്തുണച്ചത്. BJPക്ക് അനുകൂലമാണ് ആ എക്സിറ്റ് പോൾ പ്രവചനം ആകെ. കേരളത്തിൽ BJPക്ക് എവിടുന്നാണ് 5 സീറ്റ് കിട്ടാൻ സാധ്യത? അപ്പോൾ അതുകൊണ്ട് അതിലൊരു കാര്യവുമില്ല. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എക്സിറ്റ് പോളിൽ പറഞ്ഞതല്ല സംഭവിച്ചത്. ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ജനഹിതം എന്നുള്ളത് നമ്മളെ പെട്ടിയിലായി. അത് മനസ്സിലാക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത് കണ്ണൂർ LDF വിജയിക്കും. കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകളും LDF വിജയിക്കും. ഈ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ LDFൻ്റെ CPMൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്? ധർമ്മടം, മട്ടന്നൂർ, തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള ഈ മണ്ഡലങ്ങളാണ്. ഇവിടെ നിന്ന് വലിയ തോതിലുള്ള ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടോ? തളിപ്പറമ്പിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് 700-ലധികം വോട്ടിൻ്റെ ലീഡ് K സുധാകരൻ നേടുന്നു. അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തളിപ്പറമ്പ് ഇത്തവണ LDF ഭൂരിപക്ഷം നേടും. വലിയ ഭൂരിപക്ഷം, സാമാന്യം തരക്കേടില്ലാത്ത ഭൂരിപക്ഷം തന്നെ തളിപ്പറമ്പിൽ നിന്ന് കിട്ടും. മട്ടന്നൂരും ധർമ്മടവും ഭൂരിപക്ഷം കഴിഞ്ഞതിനേക്കാൾ വർദ്ധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് ഒരു ട്രെൻഡ് പ്രകടമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് അവസരത്തിൽ ഉണ്ടായി എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ ഭൂരിപക്ഷം വർദ്ധിക്കും. UDFൻ്റെ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും അന്നത്തെ ഭൂരിപക്ഷം 2019 ഭൂരിപക്ഷം അവർക്ക് കിട്ടില്ല. 2 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. അതൊന്ന് കണ്ണൂരും അഴീക്കോടുമാണ്. അഴീക്കോട് ഇത്തവണ LDF ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അഴീക്കോടും കണ്ണൂരിൻ്റെയും കാര്യത്തിൽ ഒരു നേരിയ ഭൂരിപക്ഷമെങ്കിലും LDFന് കിട്ടേണ്ടതാണ്. തീർച്ചയായും അത്
UDF നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഒരു നേരിയ ഭൂരിപക്ഷമെങ്കിലും LDF കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കണ്ണൂരിലും വടക്കാടിലും വോട്ടിംഗ് നില പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നു. ഈ അഴീക്കോട് നിയമസഭാ മണ്ഡലം അത് കഴിഞ്ഞ തവണ 20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഈ 20,000 കണ്ണൂരും അഴീക്കോടും. ഇത് രണ്ടും കുറക്കാൻ കഴിയും. അത് കുറച്ചാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അത് രണ്ടും ഏതായാലും 2019 റിസൾട്ട് ആയിരിക്കില്ല. അത് രണ്ടും മാത്രമല്ല, ഇരിക്കൂറും പേരാവൂറും 2019 ഭൂരിപക്ഷം UDF കിട്ടില്ല. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? ഇപ്പം ജനങ്ങൾ തീരുമാനിച്ച ഭൂരിപക്ഷമാണ്. അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇടതുപക്ഷം വിജയിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ജനങ്ങൾ നൽകുന്ന ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം വിജയിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം എന്ന് പറയുന്നത് സുധാകരനുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകും എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുധാകരൻ്റെ ആ പ്രസ്താവനയാണ് ഏറ്റവും കൂടുതൽ LDF പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇന്നലെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ ഭാവിയിൽ അതുണ്ടായേക്കാം എന്ന് സുധാകരൻ പറയുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചനയാണോ? BJP മനസ്സാണ് അദ്ദേഹത്തിന്. മുമ്പ് RSSകാരുടെ ശാഖക്ക് കാവൽ കിടന്നത് RSS ശാഖയിൽ ഒരു പ്രചാരകനായിട്ട് പോകണമെന്ന മനസ്സോടുകൂടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ BJPയുടെ മനസ്സോടുകൂടി കോൺഗ്രസിൻ്റെ തലപ്പത്ത് നിൽക്കുകയാണ് എന്നതാണ് കോൺഗ്രസ്സുകാർ പരിശോധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ തീർച്ചയായും അദ്ദേഹം എപ്പോഴാണ് BJP പോവുക എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും അധികം വൈകാതെ തന്നെ അദ്ദേഹം BJPയിൽ എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം 13 മുൻ മുഖ്യമന്ത്രിമാർ, 6-ലേറെ PCC പ്രസിഡന്റുമാർ, മുൻ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, സിറ്റിംഗ് MP MLAമാർ ഇവർ കൂട്ടത്തോടെയാണ് കോൺഗ്രസ് വിട്ട് BJP പോയത്. ED കേസിൽ പ്രതിയാക്കി തുടർന്ന് കോൺഗ്രസ് വിട്ട് BJP പോയ ആളുകളുണ്ട്. അപ്പോൾ BJP കോൺഗ്രസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് പോകുന്ന BJPയിലേക്ക് ഒഴുകുന്ന നേതാക്കളിൽ ഒരു പേര് KPCC പ്രസിഡൻറ്റിൻ്റെ തന്നെയാണ് എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, മറ്റാരും പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണമായി വന്നത്. ഐ വിൽ ഗോ വിത്ത് BJP എന്ന് മറ്റാരും പറഞ്ഞിട്ടില്ല, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് വിട്ട് BJP പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഇന്നത്തെ KPCC പ്രസിഡന്റ്. ഭാവിയിൽ BJPക്ക് സീറ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് തീർച്ചയായും ആ മനസ്സാണ്. RSSൻ്റെ ശാഖക്ക് കാവൽ കടന്ന ഒരാളുടെ മനസ്സ് RSSന് കൂടുതൽ കേരളത്തിൽ നിന്ന് സ്വാധീനം കിട്ടുമെന്ന് തന്നെയാണ്. ആ മനസ്സ് എല്ലാ കാലത്തും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുമ്പോഴും ഇടതുവിരോധം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് BJPക്ക് അനുകൂലമായിട്ടാണ്. BJPക്ക് ഇത്തവണത്തെ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് വർദ്ധിക്കാനുള്ള ഏതെങ്കിലും സാഹചര്യം കാണുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു കച്ചവടം അവിടെ നടന്നു എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? കുറച്ച് വോട്ട് എന്തായാലും BJPയുടേത് സുധാകരന് ലഭിക്കും. കാരണം അദ്ദേഹം RSSൻ്റെ ശാഖക്ക് കാവൽ കിടന്ന ആളാണെന്നുള്ള തോന്നലിൽ നിന്ന് ഒരു BJP അനുകൂല മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നതുകൊണ്ട് ഒരു വിഭാഗം BJPക്കാർ സുധാകരന് വോട്ട് ചെയ്യും. പക്ഷെ അത് കൂട്ടത്തോടെ പോയാൽ പിന്നെ BJPയുടെ അഡ്രസ്സ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ നിലയുണ്ടെങ്കിലും അതിനെ മതനിരപേക്ഷ വോട്ട് കൊണ്ട് കവർ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. STPയും ഇത്തവണ സജീവമായി സുധാകരന് വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം അവസാന ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു ധാരണപ്പുറത്ത് തന്നെ ആയിരിക്കില്ലേ അതും? എല്ലാ വർഗീയ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ഒരാളാണ് സുധാകരൻ. അതാണ് നാം തിരിച്ചറിയേണ്ടത്. എന്തായാലും വിജയം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇപ്പോഴും മനസ്സിലില്ല. ഇല്ല, LDF വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി അടുത്ത തവണ നമ്മൾ സംസാരിക്കുമ്പോൾ കണ്ണൂരിൻ്റെ MP എന്നുള്ള നിലയിലായിരിക്കും സംസാരിക്കുക. അത് ജനങ്ങളാണല്ലോ വിലയിരുത്തുന്നത്, ജനങ്ങളാണ് വിധി എഴുതിയത്, ജനങ്ങളാണ് ഇതിലെല്ലാം ആത്യന്തികമായ ജനാധിപത്യത്തിലെ രാജാക്കന്മാർ. എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ അടുത്ത തവണ നമ്മൾ
എം വി ജയരാജനുമായി സംസാരിക്കുമ്പോൾ കണ്ണൂരിൻ്റെ എം പി എന്നുള്ള രീതിയിൽ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന ആശംസ കൂടി ഈ ഘട്ടത്തിൽ നേരുകയാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് എം വി ജയരാജനുള്ളത്. കണ്ണൂർ ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. ഈ സർവേകൾ വന്നപ്പോഴും കേരളത്തിൽ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ LDF തകരും എന്നുള്ള രീതിയിൽ പ്രവചനങ്ങൾ വന്നപ്പോഴും കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ള രീതിയിലാണ് പ്രവചനങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത്. കണ്ണൂരിൻ്റെ ജനമനസ്സറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഘട്ടത്തിലാണ് കണ്ണൂർ വിഷനോട് LDFിൻ്റെ സ്ഥാനാർത്ഥി എം വി ജയരാജൻ പ്രതികരിച്ചത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് എം വി ജയരാജൻ ഇപ്പോഴും ഉള്ളത്. കണ്ണൂരിൽ നിന്നും നവീനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.